അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 6-ാം നമ്പറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡയമണ്ട് കട്ട്സ് എന്നും അതേപോലെ പല പേരിലാണ് ഇത് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് 6-ാം നമ്പർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള 6-ാം നമ്പർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ കുറഞ്ഞ സമയം മതി നമുക്ക് ഈ ഒരു 6-ാം നമ്പർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. 6-ാം നമ്പർ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടിയും നമുക്കിതിലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി അല്ലെങ്കിൽ ചെറിയ ജീരകം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഓവറായിട്ടുള്ള എരിവൊന്നും ഉണ്ടാവില്ല. നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും എരിവൊന്നും ഫീൽ ചെയ്യില്ല. ചെറിയ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിലും സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സാധാരണ പച്ചവെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും ചൂടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള 6-ാം നമ്പർ കിട്ടില്ല. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പൂരിക്കുള്ള ആ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. ഓരോ പൊടിക്കനുസരിച്ചും ചിലപ്പോൾ ചെറിയ മാറ്റമൊക്കെ വരും. അപ്പോൾ എനിക്കിപ്പോൾ 1.5 ഗ്ലാസ് മൈദപ്പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് ചെറിയ മാറ്റം വരും. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിവിടെ കുഴച്ചെടുത്തതിന് ശേഷം 4 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുമ്പേ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം നമുക്ക് നമ്മുടെ ഈ ഒരു മാവ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുമ്പേ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡായിപ്പോവും നമ്മുടെ ഈ ഒരു 6-ാം നമ്പർ. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി പരത്തിയെടുക്കാൻ പാടില്ല. കാരണം നമുക്ക് നല്ല തിന്നായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 6-ാം നമ്പർ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കാൻ പാടില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ കത്തി വെച്ചിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിലുള്ള പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്താതിരിക്കുന്നതാണ് നല്ലത്. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ വല്ലാതെ അങ്ങ് ഡ്രൈ ആയിപ്പോവും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 6-ാം നമ്പർ തയ്യാറാക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ പീസായിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അല്ലാതെ ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്. വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോവും. നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു പീസൊന്നും പരസ്പരം പറ്റി പിടിക്കില്ല. എപ്പോഴും അത് വിട്ട് തന്നെ നിൽക്കും. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു
നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു 6-ാം നമ്പർ കിട്ടില്ല. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു യെല്ലോ കളറായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ 6-ാം നമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ കാണാം. ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വീണ്ടും മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്